Welcome my dear friends to a new lecture of KTUMX. നമ്മൾ ഡിസ്കഷനിൽ വരുന്ന MET 304 ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറിയിൽ മൊഡ്യൂൾ 2 വരുന്ന ഫോഴ്സ് വൈബ്രേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. തിയറി ആയിട്ടും ഡെറിവേഷൻ ആയിട്ട് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ട്രാൻസ്മിസിബിലിറ്റി. മൈ നെയിം ഈസ് മുഹമ്മദ് റനീസ് KT, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. അപ്പോൾ ബിഫോർ ഗോയിങ് ടു ട്രാൻസ്മിസിബിലിറ്റി, ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു ട്രാൻസ്മിസിബിലിറ്റിൻ്റെ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തിരുന്നു. ഈ ഒരു ഫിഗർ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മുടെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. MA ഒമേഗ സ്ക്വയറും അങ്ങനെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിന്. ഈ ഒരു ഡ്രോയിങ് അഗെയിൻ നമുക്കൊന്നുകൂടി ഡ്രോ ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്നുള്ളത്, ദെൻ അതിൽ ട്രാൻസ്മിസിബിലിറ്റി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രാൻസ്മിസിബിലിറ്റി അറിയണം. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ T ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FT, ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ഡിവൈഡ് ബൈ F നോട്ട്, ദാറ്റ് മീൻസ് ഫോഴ്സ്, സിസ്റ്റത്തിൽ വരുന്ന ഫോഴ്സ്. ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദി ഫോഴ്സ് സപ്ലൈഡ് ഓർ ഫോഴ്സ് ഇൻ ദ സിസ്റ്റം. അതിനെയാണ് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഡയഗ്രം ഉണ്ടായിരുന്നു, ഒരു വെക്റ്റർ ഡയഗ്രം. നമ്മളിവിടെ ഒരു MA ഒമേഗ സ്ക്വയർ, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു F നോട്ട്, ദെൻ റിട്ടേൺ ആയിട്ട് KA, ദെൻ ഫൈനലി 90 ഡിഗ്രിയിൽ CA ഒമേഗ. ഓക്കെ, ഇതിൽ FT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ FT എന്ന് പറയാം. FT. ഓക്കെ, അപ്പോൾ FTനെ നമുക്ക് എങ്ങനെ എഴുതാം? FT ഈക്വൽ ടു ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. FTനെ എങ്ങനെ എഴുതാൻ പറ്റും? FT ഈക്വൽ ടു നമ്മുടെ ഈ KA, FT ഈക്വൽ ടു ഈ KA അതിൻ്റെ സ്ക്വയർ പ്ലസ് CA ഒമേഗ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ രണ്ടിൻ്റെയും സമ്മായിരിക്കും, സ്ക്വയറിൻ്റെ സമ്മായിരിക്കും ഇത് FT എന്ന് പറയുന്നത്. അപ്പോൾ FTനെ എങ്ങനെ എഴുതാം നമുക്ക്? FT ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA ദ ഹോൾ സ്ക്വയർ പ്ലസ് CA ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ? ക്ലിയർ ആണോ? ഇതിൽ നിന്ന് നമുക്കൊരു A പുറത്തെടുക്കാം. A പുറത്തെടുത്ത് കഴിഞ്ഞാൽ A ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് K സ്ക്വയർ പ്ലസ് C ഒമേഗ ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ക്ലിയർ ആണോ? ഇതിൽ A എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. A എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുള്ള F നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് K മൈനസ് M ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് C ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അതല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് കാണാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ എന്താണ്? F നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് K മൈനസ് M ഒമേഗ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ പ്ലസ് C ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഇതാണ് A എന്ന് പറയുന്നത്. ഇൻറ്റു ന്യൂമറേറ്ററിൽ എന്താണ് നമുക്ക് റിമൈനിങ് വരുന്നത്? K സ്ക്വയർ പ്ലസ് C ഒമേഗ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? ഇതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാനൊരു K പുറത്തെടുക്കുക, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എങ്ങനെ വരും? K കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ F നോട്ട് ഇൻറ്റു K ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് C ഒമേഗ ഡിവൈഡ് ബൈ K അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒരു K ഡിനോമിനേറ്ററിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ K ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് M ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ K ദ ഹോൾ സ്ക്വയർ പ്ലസ് C ഒമേഗ ഡിവൈഡ് ബൈ K ദ ഹോൾ സ്ക്വയർ വരും. ക്ലിയർ ആണോ? ഇതിൽ ഞാൻ ഇവിടെ ഒരു Kയും ഇവിടെ ഒരു Kയും ക്യാൻസൽ ചെയ്തു, കോമൺ ആയിട്ടെടുത്ത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ FT എന്ന് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ എഴുതാം? FT ഈക്വൽ ടു F നോട്ട് ഇൻറ്റു ഈ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് ചെയ്ത രീതിയിൽ നമുക്ക് 1 പ്ലസ് C ഒമേഗ ബൈ Kനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 റോ ഒമേഗ ബൈ ഒമേഗ n ആയിട്ട് എഴുതാം.
അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണാം. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എം ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ കെന് നമുക്ക് ഒമേഗ ബൈ ഒമേഗ എൻ സ്ക്വയർ ദെൻ എഗെയിൻ അതിൻ്റെ ടോട്ടൽ സ്ക്വയർ പ്ലസ് 2 റോ ഇൻറ്റു ഒമേഗ ബൈ ഒമേഗ എൻ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ FT കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിസിബിലിറ്റിയാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ട്രാൻസ്മിസിബിലിറ്റി കിട്ടണമെങ്കിൽ ഈ F0നെ നമുക്ക് എന്ത് ചെയ്യണം, F0നെ താഴോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും, ഇവിടെ താഴെ F0 ആയിട്ട് വരും. അപ്പോൾ FT ബൈ F0 എന്ന് പറഞ്ഞു വരും. FT ബൈ F0 എന്താണ്, ഈ റിമൈനിങ് ആയിട്ടുള്ള ഇത്ര ടേമിനെയാണ് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ വരുന്നത് ട്രാൻസ്മിസിബിലിറ്റി T equal to square root of 1 plus 2 rho into omega by omega n the whole square divided by square root of 1 minus omega by omega n square the whole square plus 2 rho into omega by omega n the whole square. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഇനി ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നോക്കാം. അറ്റ് റെസണൻസ് കണ്ടീഷൻ നോക്കാം. റെസണൻസ് കണ്ടീഷൻ എന്താണ്, ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ ആണ്. നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടേമിൽ ഒമേഗ ബൈ ഒമേഗ എൻ 1 വരും. അപ്പോൾ 2 റോ എന്ന് പറഞ്ഞ ടേം വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ടേമിൽ ഒമേഗ ബൈ ഒമേഗ എൻ 1 ആണെങ്കിൽ 1 മൈനസ് 1 0 വരും. അപ്പോൾ ഫസ്റ്റ് ടേം ഉണ്ടാവില്ല. സെക്കൻഡ് ടേമിൽ 2 റോ വരും. ദാറ്റ് മീൻസ് ഇക്വേഷൻ എങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. T ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ വരും, സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2 റോ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 റോ വരും. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നോ ഡാമ്പർ അപ്ലൈ ചെയ്യുന്നില്ല. നോ ഡാമ്പർ ഇല്ലെങ്കിൽ എന്ത് വരും, റോ ഈക്വൽ ടു 0 വരുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ട്രാൻസ്മിസിബിലിറ്റി ഈക്വൽ ടു ഈ ഇക്വേഷനിൽ റോയിൻ്റെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും, റോ ഈക്വൽ ടു 0 വരികയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ പ്ലസ് ഓർ മൈനസ് മെയിൻ ബ്രാക്കറ്റിൽ 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? ഇതാണ് ഫൈനൽ ഇക്വേഷൻ വരുന്നത് ട്രാൻസ്മിസിബിലിറ്റി റോയ്ക്കളുടെ. അപ്പോൾ പ്രോബ്ലത്തിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻ ചോദിക്കാം, അതല്ലെങ്കിൽ ഡെറിവേഷനായിട്ടോ തിയറി ആയിട്ടോ ഈ ഏരിയ ചോദിക്കാറുണ്ട്. ഇനി ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് കേസുകളായിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് കേസായിട്ട് ഒമേഗ ബൈ ഒമേഗ എൻ ലെസ് ദാൻ റൂട്ട് 2 കുറവാണെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി എന്താവും, ഗ്രേറ്റർ ദാൻ 1 വരും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും, FT ഗ്രേറ്റർ ദാൻ F0 ആയിരിക്കും. ഇനി അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഒമേഗ ബൈ ഒമേഗ എൻ ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഗ്രേറ്റർ ദാൻ റൂട്ട് 2 ആണെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി ലെസ് ദാൻ 1 വരും. ദാറ്റ് മീൻസ് FT ലെസ് ദാൻ F0. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ കണ്ടീഷൻ വരുന്നത് ഒമേഗ ബൈ ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് 2 വരാം. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി എന്ത് വരും, 1 വരും. ദാറ്റ് മീൻസ് F0 ഈക്വൽ ടു FT. ക്ലിയർ ആണോ? ഇനി നാലാമത്തെ ലാസ്റ്റ് കണ്ടീഷൻ വരുന്നത് ഒമേഗ ബൈ ഒമേഗ എൻ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഈ കേസ് ഏതാണ്, റെസണൻസിൽ FT ഇൻഫിനിറ്റിയിൽ വരും. ദാറ്റ് മീൻസ് ആ റെസണൻസ് കണ്ടീഷനിൽ മാക്സിമം വൈബ്രേഷൻ വന്നിട്ട് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ട് ആ സിസ്റ്റം ഡാമേജ്ഡ് ആവും. ഇതാണ് ട്രാൻസ്മിസിബിലിറ്റീൻ്റെ ഡെറിവേഷനും കൺസെപ്റ്റും വരുന്നത്. ഇത് വെച്ച് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ഡിസ്കഷനിൽ വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.